നമസ്കാരം. ലോകരാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത നീക്കം പുറത്തുവരിക. ഗ്രീൻലൻഡ് എന്ന ദ്വീപ് സ്വന്തമാക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെ പരസ്യമായി ഭീഷണിപ്പെടുത്തിയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഗ്രീൻലൻഡ് അമേരിക്കയ്ക്ക് വിട്ടുതരാൻ സമ്മതിക്കാത്ത രാജ്യങ്ങളുടെ മേൽ കനത്ത ഇറക്കുമതി ചുങ്കം ചുമത്തുമെന്നാണ് ട്രംപിന്റെ പുതിയ താക്കീത്. ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള ഗ്രീൻലൻഡിനെ ചൊല്ലി ഒരു അന്താരാഷ്ട്ര തർക്കമാണ് ഇതോടെ ട്രംപ് തുറന്നുവിട്ടിരിക്കുന്നത്. ട്രംപ് ഒരു വശത്ത് ഭീഷണി മുഴക്കുമ്പോൾ മറുവശത്ത് അമേരിക്കയിലെ തന്നെ ഒരു സംഘം എംപിമാർ ഈ നീക്കത്തെ തടയാൻ രംഗത്തുണ്ട്. ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനിലെത്തിയ 11 അംഗ US കോൺഗ്രസ് പ്രതിനിധി സംഘം ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സണുമായി ചർച്ച നടത്തി. ട്രംപിന്റെ ഭീഷണിയിൽ വിറച്ചു നിൽക്കുന്ന തങ്ങളുടെ സഖ്യകക്ഷികളെ സമാധാനിപ്പിക്കാനാണ് ഈ സമാധാന സന്ദർശനം. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താക്കീത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ആത്മാവിനേറ്റ ഒരു തുറന്ന വെല്ലുവിളി കൂടിയാണ്. ഗ്രീൻലൻഡ് അമേരിക്കയ്ക്ക് കൈമാറാൻ തയ്യാറാകാത്ത രാജ്യങ്ങൾക്ക് കനത്ത ഇറക്കുമതി ചുങ്കം എന്ന ഭീഷണി ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും അവഗണിക്കുന്ന സാമ്രാജ്യത്വ മനോഭാവത്തിന്റെ നഗ്ന പ്രകടനമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കരാറുകളും പരസ്പര ബഹുമാനവുമാണ് നയിക്കേണ്ടത്, ഭീഷണിയും സാമ്പത്തിക പീഡനവുമല്ല. ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഈ നിലപാട് ലോകത്തെ ഒരു ചുങ്കത്തിന്റെ പേരിലുള്ള പോരാട്ടത്തിലേക്ക് തള്ളിവിടുന്ന അപകടകരമായ അധികാരവാദത്തിന്റെ തുടർച്ചയാണ്. ഗ്രീൻലാൻഡ് ഒരു വസ്തുവല്ല, വിലപേശാൻ പറ്റുന്ന ഭൂമിയുമല്ല. അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ ഇച്ഛാശക്തിയും അവരുടെ സ്വയം നിർണയ അവകാശവും അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാന ശിലകളിൽ ഒന്നാണ്. ഈ യാഥാർത്ഥ്യം മറികടന്ന് ഒരു രാജ്യത്തെ കൈമാറ്റം ചെയ്യണമെന്ന ആശയം ഉയർത്തുന്നത് തന്നെ മനുഷ്യാവകാശത്തോടുള്ള അവഹേളനമാണ്. ട്രംപിന്റെ ഭീഷണി വ്യാപാരത്തെ ആയുധമാക്കി ലോകത്തെ മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുന്ന നയത്തിന്റെ ഭാഗമാണ്. അത് അമേരിക്കയെ ശക്തമാക്കില്ല, മറിച്ച് വിശ്വാസ്യതയും നേതൃപദവിയും ക്ഷയിപ്പിക്കും. അതേസമയം ട്രംപിന്റെ വിരട്ടൽ കേട്ട് വെറുതെ ഇരിക്കാൻ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും തയ്യാറുമല്ല. കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, നെതർലാൻഡ്സ്, നോർവേ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ സൈന്യത്തെ ഗ്രീൻലാൻഡിലേക്ക് അയച്ചതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ട്രംപിന്റെ മോഹങ്ങൾക്ക് തടയിടാൻ യൂറോപ്യൻ ശക്തികൾ ഒന്നിക്കുന്നു എന്നതിന്റെ ശക്തമായ സൂചനയാണ്. ട്രംപിന്റെ വാക്കുകൾ കേട്ട് ലോകം ഞെട്ടേണ്ടതില്ല എന്നാണ് ഡെമോക്രാറ്റിക് സെനറ്റർ ഡിക് ഡർബിൻ പറയുന്നത്. അമേരിക്കൻ ജനതയുടെ വികാരമല്ല പ്രസിഡന്റ് പ്രകടിപ്പിക്കുന്നത്. ദശകങ്ങളായി ഞങ്ങളുടെ സുഹൃത്തുക്കളായ ഗ്രീൻലൻഡിനൊപ്പം ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഡെൻമാർക്ക് പ്രതിനിധികളും ട്രംപിന്റെ ഈ ആവശ്യത്തോട് അടിസ്ഥാനപരമായ വിയോജിപ്പ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ സൈന്യത്തെ വിന്യസിച്ചത് ട്രംപിനെ ബാധിക്കില്ല എന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിച്ച് പറയുന്നത്. യൂറോപ്പിലെ സൈനിക നീക്കങ്ങൾ പ്രസിഡന്റിന്റെ തീരുമാനത്തെയോ ഗ്രീൻലൻഡ് സ്വന്തമാക്കാനുള്ള ലക്ഷ്യത്തെയോ ബാധിക്കില്ല എന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറക്കുമതി ചുങ്കങ്ങൾ ഏർപ്പെടുത്തി രാജ്യങ്ങളെ വഴങ്ങിപ്പിക്കാമെന്ന ധാരണ ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ സങ്കീർണതയെ അവഗണിക്കുന്നതാണ്. ഇത്തരമൊരു സമീപനം വ്യാപാര യുദ്ധങ്ങൾക്ക് വാതിൽ തുറക്കും, വിലക്കയറ്റവും തൊഴിലില്ലായ്മയും വിതരണ ശൃംഖലകളുടെ തകർച്ചയും ഉണ്ടാക്കും. ലോകം ഇന്ന് സഹകരണത്തിന്റെ കാലഘട്ടത്തിലാണ്. ഭീഷണിയുടെ രാഷ്ട്രീയം പഴകിപ്പോയ ഒരു നാടകമാണ്. ട്രംപിന്റെ ഈ മുന്നറിയിപ്പ് ആ പഴയ നാടകത്തെ വീണ്ടും അരങ്ങിലെത്തിക്കാനുള്ള പരാജിത ശ്രമം മാത്രമാകും.